Hi, good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay. Okay, Manita, good morning. Good morning, ma'am. Okay. Harsana, okay, good morning. എല്ലാവരും റെഡി ആണോ? നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ ആണോ എല്ലാവരും? സെറ്റ് ആണോ? ഓക്കെ, രഞ്ജന ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം അപ്പൊ നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തത് നമ്മൾ എന്താ പറഞ്ഞ മിസ്കണ്ടക്റ്റിനെ പറ്റിയാണ് പഠിച്ചത് അല്ലെ? മിസ്കണ്ടക്ട് അഥവാ ഇൻഡിസിപ്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ മിസ്കണ്ടക്ട് ഉള്ള ആക്ടുകൾ എന്തൊക്കെയാണ് അല്ലെ? ഇൻഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിളുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ കോസസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആക്ടുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമ്മൾ തുടങ്ങി വെച്ചത് ഡിസിപ്ലിനറി ആക്ഷൻ ആണ് അല്ലെ? ഡിസിപ്ലിനറി പ്രൊസീജിയർ വരെയാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഓർഗനൈസേഷണൽ കൾച്ചർ മനസ്സിലായില്ല? ഓക്കെ, ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്ഥാപനത്തിന്റെ വാല്യൂസ്, ആ ഒരു സ്ഥാപനത്തിന്റെ കോഡ് ഓഫ് കണ്ടക്ട്, അവിടെ ഫോളോ ചെയ്തു പോകുന്നവരുടെ ആ ഒരു വാല്യൂസ്, സ്റ്റാൻഡേർഡുകൾ, അതിനെയാണ് നമ്മളൊരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം ഉണ്ട് എന്നതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ പേഴ്സണാലിറ്റിനെയാണ് അതിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഏതൊരു സ്ഥാപനം എടുക്കുമ്പോഴും ആ സ്ഥാപനത്തിന് അതിൻ്റെതായ ഒരു പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്, അവിടെ ഫോളോ ചെയ്തു പോകുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, വാല്യൂസ് ഉണ്ട്. അതൊക്കെയാണ് ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കൾച്ചർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കും? അവരധികം മിസ്കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം നല്ല അറ്റ്മോസ്ഫിയർ ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അവർ നല്ല രീതിയിൽ തന്നെ അവിടെ വർക്ക് ചെയ്തു പോകും. അവര് വേറൊരു അച്ചടക്ക ലംഘനങ്ങളോ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റുകളോ ചെയ്യാനുള്ള ഒരു ചാൻസ് കുറവാണ്. അതേസമയം ചില ഓർഗനൈസേഷൻ കൾച്ചർ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ വർക്കേഴ്സ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവർ പല രീതിയിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ നടത്താം, അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓർഗനൈസേഷണൽ കൾച്ചർ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയറിൽ 9 സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ വരെയാണ് പറഞ്ഞത്. വായിച്ചു നോക്കിയല്ലോ? ക്ലിയർ അല്ലേ എത്രയും ഭാഗങ്ങള്? ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ്. സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ കേട്ടോ. ഇനി അച്ചടക്ക ലംഘനങ്ങൾ വന്നു കഴിഞ്ഞാൽ അച്ചടക്ക നടപടികളുടെ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താണ്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം. അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഒരു എംപ്ലോയി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ ചെയ്തു എന്ന് കൺഫേം ചെയ്യുന്നത് വരെ, സ്ഥിരീകരിക്കുന്നത് വരെ മാനേജ്മെന്റ് ഒരു കാരണവശാലും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ വെറുതെ ഒരു ഗസ്റ്റിന്റെ പുറത്തൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവര് ചെയ്തു എന്ന് കൺഫേം ചെയ്യുന്നത് വരെ മാനേജ്മെന്റ് അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് പാടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, പ്രാഥമിക അന്വേഷണം നമ്മൾ നടത്തുന്നത്. ഈ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? അവിടെ അങ്ങനെ എന്തെങ്കിലും ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. ഇനി ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട്,
അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അവര് ചെയ്തിട്ടുള്ള ആ ഒരു ലംഘനം അല്ലെങ്കിൽ ഒരു മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് വളരെ മൈനർ ആയിട്ടാണ്, ചെറിയ രീതിയിലുള്ളൊരു ഇൻഡിസിപ്ലിൻ ആക്ട് ആണ് അവർ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതേസമയം കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിലാണ് അവർ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ കർശനമായിട്ടുള്ള നടപടികൾ അവർക്ക് എടുക്കാം. എന്നുവെച്ചാൽ അവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ, ഡിസ്മിസ് ചെയ്യുന്നത് പോലെയുള്ള കർശന നടപടികൾ അവർക്കെതിരെ എടുക്കാം. അത് അവർ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളത് നിശ്ചയിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് നമുക്ക് നോക്കാനുള്ളത് ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് ആണ് കേട്ടോ. ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറ്റപത്രമാണ്. കുറ്റപത്രം തയ്യാറാക്കാനാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ് കേട്ടോ. കുറ്റപത്രം തയ്യാറാക്കലാണ്. എന്താണ് നോക്കാം. എന്താണ് ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എ ചാർജ് ഷീറ്റ് ഈസ് എ ഷോർട്ട് കോഴ്സ് നോട്ടീസ് വിച്ച് എക്സ്പ്ലെയിൻസ് the misconduct done by the employee and the reason for misconduct in return form. അതായത് ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണെന്നും ആ മിസ്കണ്ടക്റ്റിനുള്ള കാരണങ്ങളും രേഖാമൂലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസിനെയാണ് നമ്മൾ ചാർജ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാർജ് ഷീറ്റ് എന്താണ്, അതൊരു കാരണം കാണിക്കൽ നോട്ടീസാണ്, ഒരു ഷോർട്ട് കോഴ്സ് നോട്ടീസാണ്. അതായത് ആ ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണെന്നും എന്തുകൊണ്ടാണ് അവർ ആ മിസ്കണ്ടക്ട് ചെയ്തത് എന്നതിന്റെ കാരണങ്ങള് രേഖാമൂലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസിനെയാണ് നമ്മളുടെ ചാർജ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. വൺസ് ദ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഡൺ and it becomes clear that misconduct is done by an employee, the investigating officer can formulate a charge sheet as soon as possible. നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് നടത്തി, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഈ ഒരു എംപ്ലോയി ഒരു മിസ്കണ്ടക്ട് ചെയ്തു എന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, കൺഫേംഡ് ആയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് എത്രയും പെട്ടെന്ന് എന്ത് തയ്യാറാക്കാം, ചാർജ് ഷീറ്റ് അവർക്ക് തയ്യാറാക്കാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. And it is not a punishment but a warning letter for the violator to make him realize his mistake and alert him of the consequences if he violates the rule. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പനിഷ്മെന്റ് അല്ല, ശരിക്കും പനിഷ്മെന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അതൊരു ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു വാർണിംഗ് ലെറ്റർ ആണ്. ശരിക്കും എന്തിനുള്ള വാർണിംഗ് ലെറ്റർ ആണ്, അതായത് ആ ഒരു വയലേറ്റർക്ക്, ആ ഒരു എംപ്ലോയിക്ക് അവർ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് റിയലൈസ് ചെയ്യുവാനും അതുപോലെ ഇനി ഇങ്ങനെയുള്ള റൂൾസുകൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാർണിംഗ് ലെറ്റർ മാത്രമാണ് എന്ത്, ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് എന്തല്ല, അത് നമ്മൾ കൊടുക്കുന്ന ഒരു പനിഷ്മെന്റ് അല്ല, അതൊരു വാർണിംഗ് ലെറ്റർ ആണ്. അവർക്ക് അവരുടെ മിസ്കണ്ടക്റ്റിനെ പറ്റി അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം. ഇതുപോലെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് അവർക്ക് നേരിടേണ്ടി വരും എന്നതിനെ പറ്റി അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വാർണിംഗ് ലെറ്റർ മാത്രമാണ് ഇത് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ബട്ട് വൺ തിങ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് കീപ് ഇൻ ഹിസ് മൈൻഡ് ബിഫോർ ഫ്രെയിമിംഗ് ചാർജ് ഷീറ്റ് ഈസ് ദ ആപ്റ്റ്നെസ് ഓഫ് ദ പണിഷ്മെന്റ് അക്കോർഡിംഗ് ടു ദ മിസ്കണ്ടക്ട് കമ്മിറ്റഡ്. ഇനി ഒരു ചാർജ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ, ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള, അവർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ മിസ്കണ്ടക്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പനിഷ്മെന്റ് ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം ചാർജ് ഷീറ്റ് അവര് തയ്യാറാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തെറ്റിന് വലിയൊരു പനിഷ്മെന്റും ഒരു വലിയ തെറ്റിന് ഒരു ചെറിയ പനിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലാവരുത്. അവർ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണോ അതിന്റെ വ്യാപ്തിക്ക് അനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിൽ പനിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. എന്നുവെച്ചാൽ ആ ഒരു ലെവലിനനുസരിച്ചിട്ടായിരിക്കും ചാർജ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. ഇത്രയും അതിനകത്ത് പറയുന്നത്. അപ്പൊ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ജീവനക്കാരൻ ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണെന്നും
അതിന്റെ കാരണങ്ങൾ രേഖാമൂലം വിശദീകരിക്കുന്ന ഒരു ഷോ കോസ് നോട്ടീസ് അല്ലെ, ഒരു കാരണം കാണിക്കുന്ന നോട്ടീസിനെയാണ് നമ്മുടെ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു വ്യക്തി മിസ്കണ്ടക്ട് ചെയ്തു എന്ന് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ചാർജ് ഷീറ്റ് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ ഈ ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പനിഷ്മെന്റ് അല്ല, ഇറ്റ്സ് ഓൺലി എ വാർണിംഗ് ലെറ്റർ. ഇതൊരു വാർണിംഗ് ലെറ്റർ ആണ് ആ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത മിസ്കണ്ടക്ട് റിയലൈസ് ചെയ്യാനും ഇനി അങ്ങനെ ഒരു മിസ്കണ്ടക്ട് ചെയ്താൽ എന്തൊക്കെ കോൺസിക്വൻസസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു വാർണിംഗ് ലെറ്റർ മാത്രമാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പനിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലാണ് ചാർജ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. അത് ആര് ശ്രദ്ധിക്കണം? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആയി നോക്കിയേ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ അല്ലെ. അതായത് അവരുടെ ഒരു വിശദീകരണത്തിന് നമ്മൾ പരിഗണിക്കുകയാണ്. നമ്മളൊരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറ്റപത്രം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പരിഗണിക്കണം. അവർക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളതെന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യണം അല്ലെ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ, കൺസിഡറേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ. അവരുടെ വിശദീകരണത്തിന് നമ്മൾ പരിഗണിക്കുകയാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. നോക്കാം, the employee on receiving the charge sheet can, അതായത് ആ ചാർജ് ഷീറ്റ് കൈപ്പറ്റുന്ന എംപ്ലോയിക്ക് 3 കാര്യങ്ങളാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് 3 കാര്യങ്ങള്? ഒന്നാമത്തത് 4 കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തത് ആക്സെപ്റ്റ് ദ ചാർജസ്. ഒന്നുകിൽ അവർക്ക് അവരുടെ കുറ്റങ്ങള് ആക്സെപ്റ്റ് ചെയ്യും, കുറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് റിഫ്യൂസ് ദ ചാർജസ് ആണ്. അതായത് ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കെതിരെ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ അവർക്ക് നിരസിക്കാം, റിഫ്യൂസ് ചെയ്യാം, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. മൂന്നാമത്തെ കാര്യം എന്താണ്? ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. കുറച്ച് കൂടുതൽ സമയം അവർക്ക് നീട്ടി ചോദിക്കാം. അതായത് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിൽ അവർക്ക് നീട്ടി ചോദിക്കാം. പിന്നെ വരുന്നത് എന്താണ്? ഫെയിൽസ് ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ ആണ്. ഇത്രയും ചാൻസ് കൊടുത്തിട്ട് അവർക്ക് ആ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പരാജയം വന്നാൽ വാട്ട് ടു ഡു, ഇനി എന്ത് നമുക്ക് ചെയ്യാം? അതാണ് 4ാമത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആക്സെപ്റ്റ് ദ ചാർജസ്. കുറ്റങ്ങള് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നോക്കുക, സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ ആക്സെപ്റ്റിംഗ് ദ ചാർജസ് മെൻഷൻഡ് ഇൻ ദ ചാർജ് ഷീറ്റ്. അതായത് ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അവർ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. He can request the management to be lenient. അപ്പൊ അവർക്ക് വേണമെങ്കിൽ മാനേജ്മെന്റിനോട് കുറച്ച് ലീനിയന്റ് ആവാനായിട്ട്, ലീനിയന്റ് ആയിട്ട് കുറച്ച് കരുണ കാണിക്കാനായിട്ട് വേണമെങ്കിൽ മാനേജ്മെന്റിനോട് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബട്ട് ഇഫ് ദ എക്സ്പ്ലനേഷൻ സബ്മിറ്റഡ് ബൈ ദ എംപ്ലോയി ഈസ് unsatisfactory, then further inquiry should be done by the management before awarding any kind of punishment. അപ്പോ ഇപ്പൊ അവര് തരുന്ന എക്സ്പ്ലനേഷൻ, ആ ഒരു വ്യക്തി തരുന്ന എക്സ്പ്ലനേഷൻ നമുക്ക് ഒട്ടും തൃപ്തികരമല്ലാന്ന് വിചാരിക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ഫർദർ എൻക്വയറി നടത്തണം, കൂടുതൽ അന്വേഷണങ്ങൾ കൂടെ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ചാർജസ് അഡ്മിറ്റഡ്, എൻക്വയറി ഓഫീസർ മസ്റ്റ് റെക്കോർഡ് ഫൈൻഡിങ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എംപ്ലോയി ആൻഡ് ഡ്യൂലി സൈൻഡ് ബൈ ഹിം. അപ്പൊ എന്ത് ചെയ്യണം? അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ, അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണോ അതിന് ബേസ് ചെയ്തുകൊണ്ട് എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? അയാളുടെ ഫൈൻഡിങ്സുകൾ രേഖപ്പെടുത്തണം. അയാളുടെ കണ്ടെത്തലുകൾ അത് എംപ്ലോയിയുടെ, ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തില് അത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ആക്സെപ്റ്റ് ചാർജസ് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ എന്ത് ചെയ്യാം, ആ വയലേറ്റർക്ക് അവർ ചെയ്ത ആ ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചാർജസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ മാനേജ്മെന്റിനോട് കുറച്ച് ലീനിയന്റ് ആയിട്ട് പെരുമാറാൻ അവരോട് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. മാനേജ്മെന്റിനോട് ആ വ്യക്തിക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.
പക്ഷെ അവര് തരുന്ന എക്സ്പ്ലനേഷൻ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ എന്തൊരു പനിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഫർദർ എൻക്വയറി നടത്തണം. എന്നിട്ട് അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഈ എൻക്വയറി ഓഫീസറുടെ കണ്ടെത്തലുകൾ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ എന്ത് ചെയ്ത് വെക്കണം, രേഖപ്പെടുത്തി അതിൽ കൃത്യമായിട്ട് സൈൻ ചെയ്ത് സൂക്ഷിക്കണം, സൈൻ ചെയ്ത് വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് റിഫ്യൂസ് ദ ചാർജസ് ആണ്. അതായത് ആ കുറ്റങ്ങൾ വേണമെങ്കിൽ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ നിരസിക്കാം, എന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതാണ് രണ്ടാമത്തെ കേട്ടോ. ഇൻ ദ കേസ് ഓഫ് റിഫ്യൂസൽ ഓഫ് ചാർജസ് ദ എംപ്ലോയി ക്യാൻ സബ്മിറ്റ് ഹിസ് എക്സ്പ്ലനേഷൻ റിഫ്യൂസിംഗ് ദ ചാർജ് ഷീറ്റ്. അവരവരുടെ ചാർജസ് അവർ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് ഷീറ്റിൽ എന്തുകൊണ്ട് അവരത് റിഫ്യൂസ് ചെയ്തു എന്നുള്ള എക്സ്പ്ലനേഷൻ അവർ കൊടുക്കണം. ഇൻ സച്ച് എ സിറ്റുവേഷൻ enquiry officer must inquire further into the case in order to find the real fact. അപ്പൊ ഇവര് എന്തായാലും ആ ചാർജസ് അവര് റിഫ്യൂസ് ചെയ്യാണ്, അവർ ചെയ്തിട്ടില്ല, അതിനെ നിരസിക്കുന്നത് കൊണ്ട് തന്നെ എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ശരിയായിട്ടുള്ള വസ്തുതകൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം, അവര് ഫർദർ എൻക്വയറി നടത്തണം. ചിലപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് നിഷേധിക്കുന്നുണ്ട്. ഇൻ കേസ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫർദർ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി റിയൽ ഫാക്ട് എന്താണ് അത് കണ്ടെത്തണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി. മൂന്നാമത്തെ എന്താണ്, ആസ്ക് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. കുറച്ച് ടൈം വേണമെങ്കിൽ നീട്ടി ചോദിക്കാം. അതായത് സംടൈംസ് എംപ്ലോയീസ് ഡിമാൻഡ് സം മോർ ടൈം ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ. If possible, the time should be extended. ചില സിറ്റുവേഷനില് എംപ്ലോയീസ് എന്ത് ചെയ്യും, എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അവർ കൂടുതൽ സമയം നീട്ടി ചോദിക്കാറുണ്ട്. അപ്പൊ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയം നീട്ടി കൊടുക്കാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ അവർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ച് സമയം നമ്മളോട് നീട്ടി ചോദിക്കാം. അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയം നീട്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നാലാമത് എന്താണ്, fails to submit the explanation. ഇനി എക്സ്പ്ലനേഷൻ തരുന്നതിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത ആക്ഷൻ നോക്കി. ഫൈനലി ഇഫ് an employee fails in submitting his explanation, the management can take any action against that employee. ഇനി ഈ പറയുന്ന എംപ്ലോയി അവരുടെ എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് പരാജയപ്പെടുകയാണെങ്കിൽ മാനേജ്മെന്റിന് എന്ത് തരത്തിലുള്ള നടപടികളും ആ എംപ്ലോയിക്കെതിരെ എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് in the consideration of the explanation. Okay, correct? Okay ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് കേട്ടോ, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നോട്ടീസ് ഓഫ് എൻക്വയറി ആണ് കേട്ടോ. അന്വേഷണ അറിയിപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ചാർജ് ഷീറ്റ് തയ്യാറാക്കി, അവരുടെ എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടു. ഇനി എന്ത് ചെയ്യണം, അന്വേഷണം നടത്തണം അല്ലെ, അന്വേഷണം നടത്തണം. അപ്പോ അതിന്റെ ഇൻഫർമേഷൻസ് അവരെ അറിയിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് നോട്ടീസ് ഓഫ് എൻക്വയറി, അന്വേഷണ അറിയിപ്പാണ് കേട്ടോ. അതായത് എംപ്ലോയി റിസീവിംഗ് the charge sheet should be informed in advance about the date, time and place of enquiry. ഈ ചാർജ് ഷീറ്റ് കൈപ്പറ്റുന്ന എംപ്ലോയിക്ക് നമ്മൾ എന്താണ് അന്വേഷണം നടത്തുന്നത്, അന്വേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം, മുൻകൂട്ടി അവരെ അറിയിക്കണം. അതായത് അന്വേഷണ തീയതി എന്നാണ് അന്വേഷിക്കുന്നത്, ഏത് സമയത്താണ്, എവിടെ വെച്ചാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അന്വേഷണം എവിടെ വെച്ച് നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു എംപ്ലോയിനെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കണം. ഓക്കെ, ഇൻ ഫാക്ട് ദ നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ആൾസോ ബി മേഡ് ക്ലിയർ വെൽ ഇൻ അഡ്വാൻസ് സോ ദാറ്റ് ദ എംപ്ലോയി ക്യാൻ പ്രിപ്പയർ ഹിസ് കേസ് അക്കോർഡിംഗ്ലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ പേരും കൂടെ അവരോട് അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അന്വേഷണ കാര്യം എന്ന് വെച്ചാൽ അന്വേഷണ തീയതി എന്നാണ്, ഏത് സമയത്താണ് അന്വേഷണം തുടങ്ങുന്നത്, എവിടെ വെച്ചാണ് അന്വേഷണം നടത്തുന്നത്, അതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ ആരാണ്,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു എംപ്ലോയിനെ അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോ the enquiry should be normally held within a reasonable time of receiving the explanation. നമ്മൾ മുന്നത്തെ സ്റ്റെപ്പില് അവരുടെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ നമ്മളൊരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരിൽ നിന്നുള്ള വിശദീകരണം ലഭിച്ച് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എൻക്വയറി ആരംഭിച്ചിരിക്കണം. എൻക്വയറി നടത്തിയിരിക്കണം. അവരുടെ എക്സ്പ്ലനേഷൻ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷൻ റിസീവ് ചെയ്താൽ വിത്തിൻ ഒരു നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ അന്വേഷണം എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അത്രയാണ് നോട്ടീസ് ഓഫ് എൻക്വയറിക്കകത്ത് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കിക്കോ. അഞ്ചാമത്തെ സ്റ്റെപ്പ് വരുന്നത് സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. നമ്മൾ അന്വേഷണ വിധേയമായിട്ട് എന്ത് ചെയ്യും, എംപ്ലോയിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യും അല്ലെ. അന്വേഷണ വിധേയമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അവർക്ക് ശമ്പളത്തോടെ അവരെ സസ്പെൻഡ് ചെയ്യണോ, ശമ്പളം ഇല്ലാതെ സസ്പെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് അവിടെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. It completely depends upon the management and type of conduct whether to suspend the employee with or without pay for the indiscipline act. അതായത് അവര് ഒരാളെ നമ്മൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ ശമ്പളത്തോടെയോ അല്ലാതെയോ അവര് സസ്പെൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെന്റും പിന്നെ അവര് ചെയ്ത കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് നിശ്ചയിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു വ്യക്തിനെ ഏതെങ്കിലും ഒരു മിസ്കണ്ടക്റ്റിന്റെ പേരില് നമ്മൾ ഒരു വ്യക്തിനെ സസ്പെൻഡ് ചെയ്യാണ്. അപ്പൊ അവര് ശമ്പളത്തോടെ സസ്പെൻഡ് ചെയ്യണോ ശമ്പളം ഇല്ലാതെ സസ്പെൻഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെന്റും പിന്നെ അവര് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന്റെ ആ ഒരു വ്യാപ്തിക്ക് അനുസരിച്ചിട്ടാണ് ആ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ചിലപ്പോ എന്ത് ചെയ്യും, ശമ്പളത്തോടെ വേണമെങ്കിൽ അവര് സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ശമ്പളം ഇല്ലാതെ അവര് സസ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒന്ന് മാനേജ്മെന്റും പിന്നെ അവര് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിന് അനുസരിച്ചിട്ടാണ്, ഈ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാല് സസ്പെൻഷൻ ലെറ്റേഴ്സ് ക്യാൻ ബി ഗിവൺ അലോങ് വിത്ത് ചാർജ് ഷീറ്റ് ഓർ ഈവൻ ബിഫോർ ദ ചാർജ് ഷീറ്റ് കേട്ടോ. സസ്പെൻഷൻ ലെറ്റർ ഒന്നില്ലെങ്കിൽ ചാർജ് ഷീറ്റിന്റെ ഒപ്പം കൊടുക്കാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിലും സസ്പെൻഷൻ ലെറ്റർ കൊടുക്കാം കേട്ടോ. ഇനി if the enquiry is not finished within the given duration, in that case the salary should be paid to the employee for the time extended. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എക്സ്പ്ലനേഷൻ ലഭിച്ച് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എന്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അന്വേഷണം നമ്മൾ അവിടെ നടത്തിയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ഒരു സമയപരിധിക്കുള്ളിൽ എൻക്വയറി പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നീണ്ടുപോകുന്ന കാലയളവ് അത്രയും എംപ്ലോയിക്ക് എന്ത് കൊടുക്കണം, സാലറി കൊടുക്കണം. അതായത് ഇപ്പൊ ഒരു 3 മാസമാണ് എൻക്വയറിക്ക് സമയം പറഞ്ഞിരിക്കുന്നത്. ആ 3 മാസത്തിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ഓരോ മാസങ്ങൾ നീണ്ടു പോവുകയാണെങ്കിൽ ആ എൻക്വയറി നീണ്ടു പോകുന്ന കാലയളവ് അത്രയും എംപ്ലോയിക്ക് എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ? അത്രയാണ് അവിടെ പറയുന്നത് കേട്ടോ. സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. ഓക്കെ, വായിച്ചു നോക്കിക്കോ. അതായത് മാനേജ്മെന്റ് ആണ് കേട്ടോ തീരുമാനിക്കുന്നത്. മാനേജ്മെന്റ് തീരുമാനിക്കും, പിന്നെ അയാൾ ചെയ്തിട്ടുള്ള കുറ്റത്തിന്റെ വ്യാപ്തി എത്രത്തോളം, ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് അയാൾക്ക് ശമ്പളത്തോടെ അയാളെ സസ്പെൻഡ് ചെയ്യണോ ശമ്പളം ഇല്ലാതെ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് അങ്ങനെ തീരുമാനിക്കണം. ആര് തീരുമാനിക്കും? മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ, ആറാമത്തെ കേട്ടോ. ആറാമത്തെ സ്റ്റെപ്പ് ഇതാണ്
കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി കേട്ടോ. കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി, അതായത് ഒരു ഗാർഹിക അന്വേഷണം നടത്താം. ഗാർഹിക അന്വേഷണം നടത്താൻ പറഞ്ഞ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അന്വേഷണം നടത്തുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. That means a domestic inquiry must be confidentially done by the management to check whether an employee is guilty of his misconduct or not. And it is a way of avoiding any kind of misunderstanding between the employee and the management. Okay. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുന്നതെന്ന് അറിയാമോ? നമ്മളെപ്പോഴും ഈ ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള ആ ഒരു മിസ്കണ്ടക്ട്, അവര് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്റ്റിൽ അവർ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് എന്ത് നടത്തണം? മാനേജ്മെന്റ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, വളരെ രഹസ്യമായിട്ട് തന്നെ അവര് അന്വേഷണം നടത്തണം. അതുകൊണ്ടാണ് അതിന് ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നടത്തുന്നത്? അതായത് എംപ്ലോയിക്കും മാനേജ്മെന്റിനും ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അന്വേഷണം നടത്തുന്നത് കേട്ടോ. അതായത് എംപ്ലോയിക്കും മാനേജ്മെന്റിന്റെ ഇടയിൽ എന്ത് വരാൻ പാടില്ല? ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല, it gives a chance to the employee to admit his mistake or to explain the reason for committing the wrong things. അല്ലോ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുകയാണ്. അതായത് അവര് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് അവർക്ക് അഡ്മിറ്റ് ചെയ്യാനും എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് അവർ ആ ഒരു മിസ്കണ്ടക്ട് ചെയ്തത് എന്നതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഓക്കെ, അതാണ് അതിന്റെ ഉദ്ദേശം. അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു അവസരമാണ് അവിടെ കൊടുക്കുന്നത്. Punishing any person without listening to him is not the correct way of judgment. Thus, the management should give at least one chance to the violator to explain his viewpoint. അതായത് നമ്മളൊരു വ്യക്തിനെ കേൾക്കാതെ, അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ നമ്മൾ അവർക്ക് ഒരു പനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ന്യായമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഭാഗത്ത് നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കണം. അത് കേൾക്കാതെ അവർക്കെതിരെ ഒരു പനിഷ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാല് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു ന്യായവിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അവരുടെ വ്യൂ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് എങ്കിലും അവർക്ക് കൊടുക്കണം. ആ ഒരു ചാൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടത്തുന്നത്? ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡൊമസ്റ്റിക് എൻക്വയറിന് പറയാൻ കാരണം എന്താണ്? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, അയാൾ അതിൽ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മാനേജ്മെന്റ് എന്ത് കണ്ടക്ട് ചെയ്യണം? ഡൊമസ്റ്റിക് എൻക്വയറി കണ്ടക്ട് ചെയ്യണം. അപ്പൊ അതിലൂടെ ആ ഒരു എംപ്ലോയിക്ക് അവരുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാനും എന്തുകൊണ്ടാണ് അവരത് ചെയ്തത് എന്ന് അവർക്ക് അവര് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാനേജ്മെന്റ് ഒരു ചാൻസ് എങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ. ഇനി എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യാണ്? അയാളുടെ ഫൈൻഡിങ്സുകൾ റെക്കോർഡ് ചെയ്യാണ്, രേഖപ്പെടുത്താണ് കേട്ടോ. നോക്കാം, ബിഫോർ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി ആക്ഷൻ, എൻക്വയറി ഓഫീസർ സബ്മിറ്റ്സ് ഹിസ് ഫൈൻഡിങ്സ് ടു ദ മാനേജ്മെന്റ്. Then only management takes the step against any discipline. ഓക്കെ, അതായത് ഏതൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിന് മുൻപായിട്ടും എൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? മാനേജ്മെന്റിന്റെ മുമ്പാകെ അവരുടെ ഫൈൻഡിങ്സുകൾ സബ്മിറ്റ് ചെയ്യണം അല്ലെ? എൻക്വയറി ഓഫീസറുടെ ഫൈൻഡിങ്സുകൾ എന്ത് ചെയ്യണം? അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ മാനേജ്മെന്റിന് അയാൾക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ഫൈൻഡിങ്സ് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ ഫൈൻഡിങ്സ് രേഖപ്പെടുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നോക്കി, these findings are based on an opinion given by other co-workers, the evidence collected from different sources, the charges made, the explanation given by the culprit, and finally his own opinion and capability to decide the true and false fact. ക്ലിയർ ആയോ? അപ്പോൾ എൻക്വയറി ഓഫീസർ എങ്ങനെയാണ് അയാളുടെ ഫൈൻഡിങ്സുകൾ അവിടെ രേഖപ്പെടുത്തുന്നത്? വെറുതെ രേഖപ്പെടുത്തല്ല, ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സുകൾ അവിടെ രേഖപ്പെടുത്തുന്നത്.
ഒന്ന് എന്താണ് ഒപ്പീനിയൻ ഗിവൺ ബൈ അതർ കോവർക്കേഴ്സ്, അതായത് ഈ വയലേറ്ററിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റ് കൊളീഗ്സ് ഉണ്ടായിരിക്കും, സഹപ്രവർത്തകരുണ്ടാവും അല്ലെ, അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ എവിഡൻസ് കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, വിവിധ സോഴ്സുകളിൽ നിന്നും എൻക്വയറി ഓഫീസ് കളക്ട് ചെയ്തിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തില്. പിന്നെന്താണ് ദ ചാർജസ് മെയ്ഡ്, അവർ ചെയ്ത കുറ്റങ്ങളുടെ അടിസ്ഥാനത്തില്. പിന്നെയോ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദ കൾപ്രിറ്റ്, ഇനി ഈ ഒരു വയലേറ്റർ അയാൾ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടും. ആൻഡ് ഫൈനലി his own opinion and capability to decide the true and false fact. അതായത് എൻക്വയറി ഓഫീസർക്ക് അയാളുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും, എന്ന് വെച്ചാൽ അയാൾക്കറിയാം ട്രൂ ഫാക്ട് ഫാൾസ് ഫാക്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ അയാളുടെ ഒരു കേപ്പബിലിറ്റി ആണ്, അത് സ്വന്തം ഒപ്പീനിയൻ. ഇതിനെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എൻക്വയറി ഓഫീസർ അയാളുടെ ഫൈൻഡിങ്സുകൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ആ ഒരു വയലേറ്ററിന്റെ സഹപ്രവർത്തകരുടെ അഭിപ്രായം നോക്കുന്നുണ്ട്, ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ഇയാള് കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ എടുക്കുന്നുണ്ട്, ഇദ്ദേഹം ചെയ്തിട്ടുള്ള ചാർജസ് എന്തൊക്കെയാണ്, അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു എൻക്വയറി ഓഫീസറിന്റെ സ്വന്തം അഭിപ്രായത്തിൽ അയാള് കണ്ടെത്തിയിട്ടുള്ള അയാളുടെ കാഴ്ചപ്പാടിലൂടെ ഉൾപ്പെടുന്ന രീതിയിലാണ് ഒരു എൻക്വയറി ഓഫീസർ അതിന്റെ റെക്കോർഡിങ്സുകൾ അവിടെ രേഖപ്പെടുത്തുന്നത്, ഫൈൻഡിങ്സുകൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. However, enquiry officer should clearly mention the proved and unproved charges. പക്ഷെ എൻക്വയറി ഓഫീസർ തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവും, ചിലത് അവിടെ തെളിയിക്കപ്പെടാണ്ട് അവിടെ അവശേഷിക്കുന്നുണ്ടാവും. അപ്പൊ തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ പോയിന്റ് എന്താണ്, അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് അല്ലെ. ഓക്കെ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, ശിക്ഷ നിർണയിക്കലാണ് അല്ലെ, അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് അല്ലെ, ശിക്ഷ നിർണയിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. നോക്കാം, ആഫ്റ്റർ വ്യൂവിംഗ് ദ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ദ എംപ്ലോയി ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് എൻക്വയറീസ് അഗെയിൻസ്റ്റ് ദാറ്റ് എംപ്ലോയി, മാനേജ്മെന്റ് ഡിസൈഡ്സ് ദ ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് ഫോർ ദാറ്റ് എംപ്ലോയി. അപ്പൊ ഒരു പനിഷ്മെന്റ് തീരുമാനിക്കുമ്പോഴും ചില കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന്, എംപ്ലോയിയുടെ ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, അവരുടെ ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള റിസൾട്ട് എന്ത്, ആ ഒരു വ്യക്തിക്കെതിരായിട്ട് നടന്നിട്ടുള്ള അന്വേഷണങ്ങള്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തില് മാനേജ്മെന്റ് എന്ത് ചെയ്യാണ്, അവരുടെ പനിഷ്മെന്റിന്റെ ആ ഒരു വ്യാപ്തി അവിടെ നിശ്ചയിക്കുകയാണ്. ഓക്കെ, this punishment is mainly based on the degree of misconduct done by the employee. അത് എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണ്, അതിന്റെ വ്യാപ്തിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, പനിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, അതാണ് അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ്. ഓക്കെ, ഒൻപതാമത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് പനിഷ്മെന്റ്. ആ ഒരു പനിഷ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വയലേറ്ററിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഒൻപതാമത്തെ സ്റ്റെപ്പ്. Once the decision is taken by management regarding the punishment to be given to culprit, it should be properly conveyed to the concerned employee as soon as possible. അങ്ങനെ ഈ ഒരു പനിഷ്മെന്റിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആർക്ക് കൺവേ ചെയ്യണം, വയലേറ്റർക്ക് കൃത്യമായിട്ട് അറിയിക്കണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. The correspondence of the punishment must explain. Correspondence means communication എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരെ കൺവേ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത്, റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയി. ആ എംപ്ലോയിക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്. പിന്നെ റീസൺസ് ആൻഡ് മെത്തേഡ് ഓഫ് എൻക്വയറി, അന്വേഷണത്തിനുള്ള കാരണങ്ങളും അന്വേഷണ രീതികളും എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ റിസൾട്ട്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഡൺ ബൈ ദ ഓഫീസേഴ്സ്, ഓഫീസേഴ്സ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ്. പിന്നെ ഡെസിഷൻസ് ടേക്കൺ ബൈ മാനേജ്മെന്റ് റിഗാർഡിംഗ് ആക്ഷൻസ് ടു ബി ടേക്കൺ ഓഫ് ദാറ്റ്, അതായത് മാനേജ്മെന്റ് എടുക്കാൻ പോകുന്നതും അല്ലാത്തതുമായിട്ടുള്ള ആക്ഷൻസിനെ പറ്റിയിട്ട് എന്തൊക്കെ തീരുമാനങ്ങളുണ്ടോ അത് അയാളെ അറിയിക്കണം. അതുപോലെ കൈൻഡ് ഓഫ് പനിഷ്മെന്റ്, ഏത് രീതിയിലുള്ള പനിഷ്മെന്റ് ആണ്. ചിലത് ജയിൽവാസം ആയിരിക്കാം, മറ്റു ചിലപ്പോൾ ഒരു എന്താണ് ഫൈൻ ആയിരിക്കും, ഒരു പിഴ ചുമത്തിയേക്കാം. ഏത് രീതിയിലാണെന്നുള്ളത് പറയാം. കൈൻഡ് ഓഫ് പനിഷ്മെന്റ്, ഏത് രീതിയിലുള്ള പനിഷ്മെന്റ് ആണ്. അതുപോലെ ഡേറ്റ് ഫ്രം വിച്ച് ദ പനിഷ്മെന്റ് വിൽ ബി അപ്ലിക്കബിൾ,
പനിഷ്മെന്റ് ബാധകമാവുന്ന ഡേറ്റ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, എംപ്ലോയിക്ക് ആ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാനുണ്ടായ കാരണം എന്താണ്, അന്വേഷണത്തിന്റെ കാരണവും അതിന്റെ എന്താ പറയുക മെത്തേഡ് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ട് എന്താണ്, മാനേജ്മെന്റ് എടുക്കാൻ പോകുന്നതും അല്ലാത്തതുമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലുള്ള പനിഷ്മെന്റ് ആണ്, ഈ ഒരു പനിഷ്മെന്റ് പ്രാവർത്തികമാവുന്ന അല്ലെങ്കിൽ ബാധകമാവുന്ന തീയതി എന്ന് മുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ ഈ പറഞ്ഞത് ഡിസിപ്ലിനറി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട 9 സ്റ്റെപ്പുകളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ്. രണ്ട് നമ്മൾ എന്താണ്, ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് അല്ലെ, ചാർജ് ഷീറ്റ് തയ്യാറാക്കലാണ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ആള് കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് തയ്യാറാക്കാം. ചാർജ് ഷീറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു കാരണം കാണിക്കൽ നോട്ടീസാണ്, ഇറ്റ്സ് എ വാർണിംഗ് ലെറ്റർ ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, കൺസിഡറേഷൻ ഓഫ് ദെയർ എക്സ്പ്ലനേഷൻ, അവരുടെ എക്സ്പ്ലനേഷൻ എന്താണ് കൺസിഡർ ചെയ്യാണ്. 3 സാധ്യതകൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ എന്താണ്, എൻക്വയറി നോട്ടീസ് ആണ് അല്ലെ, നോട്ടീസ് ഓഫ് എൻക്വയറി. അവരുടെ അന്വേഷണ അറിയിപ്പ്, എന്ന് അന്വേഷണം നടത്തും, എപ്പോൾ നടത്തും, ആരാണ് നടത്തുന്നത്, എവിടെ വെച്ചാണ് നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് അവരെ അറിയിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് നിശ്ചയിക്കാം, ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ പോലെ കണ്ടക്ട് സസ്പെൻഷൻ ചെയ്യാൻ, അന്വേഷണ വിധേയമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്യാം. അത് ശമ്പളത്തോടെ സസ്പെൻഡ് ചെയ്യാം, അല്ലാതെ അവരെ സസ്പെൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നടത്താം. പിന്നെ എൻക്വയറി ഓഫീസർ അവരുടെ ഫൈൻഡിങ്സുകൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ദെൻ അവാർഡിംഗ് ഓഫ് പനിഷ്മെന്റ്, ശിക്ഷ നിർണ്ണയിക്കാം. ആ ശിക്ഷ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഡിസിപ്ലിനറി പ്രൊസീജിയർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയർ കണ്ടല്ലോ. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ നടപ്പിലാക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു അച്ചടക്ക നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട്. അപ്പൊ അത് ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഗൈഡ് ലൈൻസ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഡിസിപ്ലിനറി പ്രൊസീജിയർ ആർ ആസ് ഫോളോസ് കേട്ടോ. ഒരു ശരിയായ ഡിസിപ്ലിനറി പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ജസ്റ്റ് പോയിന്റ് ആദ്യം ഒന്ന് വായിക്കാം. അതിനകത്ത് ഒരു 7 പോയിന്റ് ആണ് പറയുന്നത്. ഒന്ന് എന്താണ്, പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, ഉടനടി തന്നെ നടപടികൾ എടുക്കുക. രണ്ടാമത്തത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. മിസ്കണ്ടക്ട് ശരിയായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യുക, രേഖപ്പെടുത്തുക. പിന്നെ എന്താണ്, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. സൂപ്പർവൈസേഴ്സിന് ആവശ്യമായുള്ള പരിശീലനം കൊടുക്കുക. നാലാമത്തത് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. അതായത് എടുക്കുന്ന അച്ചടക്ക നടപടികൾ എപ്പോഴും ഫെയർ ആയിരിക്കണം. ദാറ്റ് മീൻസ് കുറച്ച് ഒരു നീതിയുക്തമായിട്ടുള്ള രീതിയിലായിരിക്കണം അച്ചടക്ക നടപടികൾ എടുക്കേണ്ടത്. പിന്നെന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. വളരെ സ്വകാര്യമായിട്ട് വേണം അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനായിട്ട്. പിന്നെ പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂ. നമ്മൾ എടുക്കുന്ന പ്രൊസീജിയറുകൾ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അത് കാലാനുസൃതമായിട്ട് അവലോകനം ചെയ്യണം. ലാസ്റ്റ് എന്താണ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് അത് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്,
പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഉടനടി തന്നെ എന്ത് ചെയ്യാം, നടപടികൾ എടുക്കാന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഉടനടി നടപടികൾ എടുക്കാം. എന്താണെന്ന് നോക്കിയേ, ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് വയലേഷൻ or misconduct against the rules and regulations by any employee, timely action must be taken against that. കണ്ടോ, ഏതെങ്കിലും ജീവനക്കാരൻ ഇപ്പൊ എന്തെങ്കിലും റൂൾസോ റെഗുലേഷൻസുകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വയലേഷൻ നടത്തുകയോ മിസ്കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം. നമ്മൾ റെഡ് ഹോട്ട് സ്റ്റൗ റൂളിലും അത് തന്നെയാണ് പറഞ്ഞത്, ഉടനടി നടപടി എടുക്കുക അല്ലെ, സമയബന്ധിതമായിട്ട് തന്നെ നടപടികൾ എടുക്കുക. Appropriate enquiries should be done and penalties should be imposed on the culprit. കേട്ടോ, അതായത് അനുയോജ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർക്കെതിരെ നടത്തുക, ചിലപ്പോൾ അവരുടെ മേലെ പിഴ ചുമത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ആക്ഷൻസുകളൊക്കെ ഉടനടി തന്നെ എടുക്കുക എന്നുള്ളതാണ്. This step will surely avoid any kind of violation by the other employees any further. അപ്പൊ മറ്റുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങളും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇവരോട് എടുക്കുന്ന നടപടികൾ മറ്റുള്ളവരെ കാണുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് മറ്റുള്ള ജീവനക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നടത്തുന്നത് ഇതിലൂടെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു കാര്യം. അതാണ് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാം. ഓക്കെ, അവിടെ എപ്പോഴും നമ്മൾ സമയബന്ധിതമായിട്ട് ആക്ഷൻ എടുക്കണം. അവർക്കെതിരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അന്വേഷണം നടത്തണം. പിഴ ചുമത്തേണ്ട കേസുകളാണെങ്കിൽ ഉടനടി തന്നെ അതിനെതിരെ പിഴ ചുമത്തിയിരിക്കണം. അപ്പൊ മറ്റുള്ള ജീവനക്കാരും അത് വയലേറ്റ് ചെയ്യുന്നത് നമുക്ക് അതിലൂടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. എംപ്ലോയ് ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ടിന്റെ ഒരു ശരിയായ ഡോക്യുമെന്റേഷൻ അവിടെ നിലനിർത്തിയിരിക്കണം. നോക്കാം, ഇൻ കേസ് എനി നെഗറ്റീവ് കോൺസിക്വൻസസ് അറൈസ് after taking disciplinary action, management must have some written evidence against the misconduct done by the employer. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടായെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ആ ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ടിന് എതിരായിട്ടുള്ള കൃത്യമായ രേഖാമൂലമുള്ള ഒരു തെളിവ് മാനേജ്മെന്റ് നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം. കാരണം നമ്മൾ അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എംപ്ലോയീസിന്റെ മനസ്സിൽ വിഷമമുണ്ടാവും, അവരെന്തെങ്കിലും കടന്നുപോയി ചെയ്യോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ ആരോപണം ഓർഗനൈസേഷന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എംപ്ലോയി ചെയ്തിട്ടുള്ള മിസ്കണ്ടക്ട് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള തെളിവ് മാനേജ്മെന്റിന്റെ കൈവശം ഉണ്ടായിരിക്കും. Thus, the authority must have proper documents of misconduct as evidence. അതോറിറ്റിയുടെ കയ്യില്, അധികാരികളുടെ കയ്യില് ആ ഒരു മിസ്കണ്ടക്ടിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഇതാക്കുന്ന ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട്. മൂന്നാമത്തെ എന്താണ്, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. സൂപ്പർവൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. അതായത് വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ഓഫീസേഴ്സ് should be given the responsibility of maintaining the discipline in the organization. നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത് വളരെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിനാണ് അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന് വേണ്ട പരിശീലനം കൊടുക്കണം. ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അതിന് വേണ്ട പരിശീലനം അവർക്ക് കൊടുക്കണം അല്ലെ. സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് then how to use the discipline policy. സൂപ്പർവൈസേഴ്സിന് ഈ പറയുന്ന ഡിസിപ്ലിൻ നയങ്ങള് എപ്പോൾ എവിടെ ഉപയോഗിക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അബ്രപ്റ്റ് ആക്ഷൻസ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് മേ ബി ഡാമേജിങ് ഫോർ ദ ഓർഗനൈസേഷൻ. ഇത് പെട്ടെന്നുള്ള നടപടികൾ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. കാര്യം അതൊരു ഓർഗനൈസേഷൻ ഒരു പക്ഷെ ദോഷകരമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എന്തെടുക്കരുത്, ആക്ഷൻസ് എടുക്കരുത് അല്ലെ. നമ്മൾ ആക്ഷൻസ് എടുക്കുന്നതിന് അതിൻ്റെതായ ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട്. ഉടനടി പോയി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഓർഗനൈസേഷന് ദോഷകരമാവാം. അതിന്റെ ഇമേജിന് ചിലപ്പോൾ ഒരു പക്ഷെ ബാധിച്ചേക്കാം. ഓക്കെ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസേഴ്സിന് എന്ത് കൊടുത്തിരിക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഓക്കെ, നാലാമത്തെ കാര്യം പറയുന്നത് എന്താണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ഫെയർ. അച്ചടക്ക നടപടികൾ എപ്പോഴും എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം, വളരെ നീതിപരമായിരിക്കണം കേട്ടോ.
നോക്കുക, ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ മാനേജ്മെന്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. അതായത് മാനേജ്മെന്റ് എടുക്കുന്ന അച്ചടക്ക നടപടികൾ എപ്പോഴും നീതിയുക്തമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. അതായത് വളരെ പക്ഷപാതരഹിതമായ രീതിയിൽ, ആരോടും പ്രത്യേകിച്ച് ഒരു ചായ്വോ ഫേവറിസോ ഒന്നും ഇല്ലാതെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലായിരിക്കണം മാനേജ്മെന്റ് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ whether the violation is small or big, committed by a higher level employee or by a lower level employee, punishment should be given at least one chance to clear his point. അവര് ചെയ്തിട്ടുള്ള വയലേഷൻ ചെറുതോ വലുതോ ആകട്ടെ, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോ താഴ്ന്ന ഉദ്യോഗസ്ഥരോ ആയിക്കോട്ടെ, അതൊന്നും അവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. അവർക്ക് തരാനുള്ള എക്സ്പ്ലനേഷൻ കേട്ടിട്ട്, അവരുടെ വ്യൂ പോയിന്റ് കേട്ടിട്ട് അവർക്കെതിരെ എന്ത് കൊടുത്തിരിക്കണം, ഈ പറഞ്ഞ പണിഷ്മെന്റ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി നടപടികൾ എടുത്തിരിക്കണം. ഓക്കെ, അഞ്ചാമത്തെ കാര്യം ഇതാണ്, ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. കേട്ടോ, വളരെ സ്വകാര്യമായിട്ട് വേണം അച്ചടക്ക നടപടികൾ എടുക്കാനായിട്ട്. നോക്കാം, ദോ ഡിസിപ്ലിൻ ഈസ് an important aspect of organization, rather than punishing an undisciplined employee or making fun of him in front of his colleagues, it is much better to rectify his erroneous behavior by taking appropriate steps. അതായത് നമുക്കറിയാം, ഇത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു എംപ്ലോയിനെ പനിഷ്മെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെ പരിഹസിക്കുന്നതിനോ പകരമായിട്ട് എന്ത് ചെയ്യാം, അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് എടുത്തിട്ട് അവരുടെ തെറ്റുകൾ തിരുത്താന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവരിപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തി അവരെ അപമാനിക്കുക അല്ലെങ്കിൽ അവരെ പനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് എന്താണ്, അവരെ പറഞ്ഞ് അല്ലെങ്കിൽ പറയുന്ന അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുത്ത് അവരുടെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അതാണ് അവിടെ പറഞ്ഞത് എന്താണ്, വളരെ സ്വകാര്യമായിട്ട് വേണം ഡിസിപ്ലിനറി ആക്ഷൻസ് നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ആറാമത്തെ സ്റ്റെപ്പ് ഇതാണ്, പ്രൊസീജിയർ ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പീരിയോഡിക്കലി റിവ്യൂഡ്. നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയറുകൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അത് മാത്രമല്ല അത് കാലാനുസൃതമായിട്ട് അവലോകനം ചെയ്യുകയും. അതായത് the rules and regulations introduced by the organization for maintaining discipline that should be carefully laid out. നമ്മളൊരു ഓർഗനൈസേഷന് അച്ചടക്കം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മളത് രൂപീകരിക്കേണ്ടത്. തോന്നിയ രീതിയിലല്ല, വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത് കേട്ടോ. അതായത് they should be very clear to all the individuals working in the organization. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വ്യക്തമായിരിക്കണം, അവർക്കത് ക്ലിയർ ആയിരിക്കണം, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ്, വിത്ത് ദി ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ആൻഡ് ടൈം, the policies, rules and regulations and procedures of the company that should be revised and updated. അതിന് പുറമെ എന്താണ്, നമുക്കറിയാം ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഈ പറയുന്ന റൂൾസ്, റെഗുലേഷൻസ്, മറ്റ് പ്രൊസീജിയറുകളൊക്കെ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്ത് അവലോകനം ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാലത്തും ഒരേ രീതിയിലുള്ള പോളിസികളും പ്രൊസീജിയറുകളും നമുക്ക് പിന്തുടരാൻ പറ്റില്ല അല്ലെ. ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ആവശ്യങ്ങൾ വരും, പുതിയ പുതിയ മാറ്റങ്ങൾ വരും. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ റൂൾസിനും റെഗുലേഷൻസിനും പ്രൊസീജിയറിലൊക്കെ എന്ത് വരുത്തണം, പരിഷ്കാരം വരുത്തണം, റിവ്യൂ ചെയ്ത് അവലോകനം നടത്തണം, അതിനെ അപ്ഡേറ്റ് ചെയ്തു പോകണം. ഓക്കെ, ഇനി എന്താണ് ഏഴാമത്തെ പോയിന്റ്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ഫോളോഡ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ദ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്. നമ്മൾ എടുക്കുന്ന അച്ചടക്ക നടപടികൾ എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. എന്താണ് കൺസ്ട്രക്റ്റീവ് ആവണം എന്ന് പറയാൻ കാരണം എന്താണ്, ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് ദ വയലേഷൻസ് rather than imposing penalties. നമ്മളൊരു ശിക്ഷ കൊടുക്കുന്നതിന് പകരമായിട്ട് ലംഘനങ്ങൾ തടയുന്നതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആളുകളെ ശിക്ഷിക്കാനുള്ളതല്ല ലക്ഷ്യം. നമുക്ക് എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഡിസിപ്ലിനറി ആക്ഷൻസിനെ തടയുക എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഉദ്ദേശം അവരെ പനിഷ് ചെയ്ത് അവരെ വേദനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്താണ്, ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ തടയുക, അതിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ആക്ഷൻസ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അത് ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും ഒരാളെ ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ, ഒരാളെ നശിപ്പിക്കുന്ന രീതിയിലല്ല
അവർക്ക് ആ ഒരു റിയലൈസ് ചെയ്ത് അവരെ റീബിൽഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് എന്തെടുക്കേണ്ടത് അച്ചടക്ക നടപടികൾ എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കത്തിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെ? ഡിസിപ്ലിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഡിസിപ്ലിൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഹിയർ. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഏറ്റവും പ്രോപ്പർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഡിസിപ്ലിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്, അല്ലെ? പങ്കുണ്ട്. എന്തൊക്കെയാണ് ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ, അല്ലെ? എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിന് അത് മെച്ചപ്പെടുത്തുന്നു. രണ്ടാമത് എന്താണ്? പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നു? സുരക്ഷിതത്വം, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. മൂന്നാമത് എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ്. പെർഫോമൻസിന് ഇംപ്രൂവ് ചെയ്യുന്നു. നാലാമത്തെ എന്താണ്? ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്, അല്ലെ? സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നു. ഇത്രയുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ നോക്കാം, ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ, അല്ലെ? എംപ്ലോയീസിന്റെ പെരുമാറ്റം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നോക്കിയേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ help in checking the behavior of the employees and correcting from time to time. Rather than penalizing the employees, a code of conduct can keep them in discipline. അല്ലെ? നമുക്കറിയാം, നമ്മൾ ഈ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു എംപ്ലോയീസിന്റെ സ്വഭാവം നമുക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ കാലാകാലങ്ങളിൽ അവരെ തിരുത്തുന്നതിനും മറ്റും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസുകളൊക്കെ നടപ്പിലാക്കുന്നത്, അല്ലെ? റേദർ ദാൻ പെനലൈസിങ് ദ എംപ്ലോയീസ്. നമ്മളൊരു എംപ്ലോയീസിന് എന്താണ് പെനാൽറ്റി അല്ലെങ്കിൽ അവരെ നമ്മൾ ശിക്ഷിക്കുന്നതിന് പകരമായിട്ട് ഒരു പെരുമാറ്റ ചട്ടത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? എ കോഡ് ഓഫ് കണ്ടക്ട് ക്യാൻ കീപ് ദം ഇൻ ഡിസിപ്ലിൻ, അല്ലെ? അതായത് ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു പെരുമാറ്റ ചട്ടത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അച്ചടക്കം അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇത് സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ എംപ്ലോയീസിന് ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നോക്കിയേ, എവരി ഇൻഡിവിജ്വൽ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ ഹാസ് എ ഡിഫറെന്റ് നേച്ചർ ആൻഡ് ബിഹേവ്സ് അക്കോർഡിംഗ്. നമ്മൾക്ക് ഏതൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടല്ലോ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തി എടുത്തും അവരെല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായിരിക്കും. അതനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്, അല്ലെ? ഓരോരുത്തർക്കും അവരവരുടേതായ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എല്ലാം അവരുടെ സ്വഭാവ വ്യത്യാസമാണ്. അതിനനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. പക്ഷേ ബാഡ് ബിഹേവിയർ ഓർ മിസ്കണ്ടക്ട് ഓഫ് സർട്ടൈൻ എംപ്ലോയീസ് എഫക്ട് ഹിസ് ഫെല്ലോ വർക്കേഴ്സ് ടു. ചില ആളുകളുടെ മോശം പെരുമാറ്റം അത് അവരുടെ സഹപ്രവർത്തകരെ എന്ത് ചെയ്യാം? ബാധിക്കാറുണ്ട്, അല്ലെ? അപ്പോ this a proper discipline policy can protect the high performance of the company from getting influenced by such undisciplined employees. അപ്പൊ നമ്മൾ നല്ലൊരു ഡിസിപ്ലിൻ പോളിസി നടപ്പിലാക്കുന്നതിലൂടെ ഇത് ഈ ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അച്ചടക്കമൊന്നും പാലിക്കാത്ത എംപ്ലോയീസിന്റെ സ്വാധീനത്തിൽ നിന്ന് നല്ല പെർഫോമൻസ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. കാര്യം ബാഡ് ബിഹേവിയർ ഉള്ള ആളുകൾ മറ്റുള്ളവരെയും കൂടെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അച്ചടക്കം പാലിക്കാത്ത എംപ്ലോയീസിന്റെ സ്വാധീനത്തിൽ നിന്ന് അച്ചടക്കമുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഡിസിപ്ലിനറി പോളിസി നടപ്പിലാക്കുന്നത്. ഓക്കെ, the discipline policy should clearly mention the consequences of the misconducts done by the certain employees. The ചില എംപ്ലോയീസ് ചെയ്യുന്ന മിസ്കണ്ടക്റ്റുകൾ ഉണ്ടല്ലോ, അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ആ ഒരു ഡിസിപ്ലിൻ പോളിസിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം, പരാമർശിച്ചിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് പോളിസി ഇസ് എ വേ ഓഫ് പ്രൊവൈഡിംഗ്
security to other disciplined employees of the organization. ആ ഒരു രീതിയിൽ നമ്മൾ this policy is a way of providing security to other disciplined employees of the organization. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർക്കൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണിത് അല്ലെ. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല. മൂന്നാമത്തത് എന്താണ്? ഇംപ്രൂവ്സ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് എ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി മേക്സ് എംപ്ലോയീസ് വർക്ക് ഇഫക്റ്റീവ് അല്ലെ. അത് നല്ല ഡിസിപ്ലിൻ പോളിസിയിലൂടെ നമുക്ക് എംപ്ലോയീസിന് കുറെ കൂടെ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ നോക്കാം, ഇഫ് എൻ ഓർഗനൈസേഷൻ ഹാസ് എൻ അപ്രോപ്രിയേറ്റ് എംപ്ലോയി ഡിസിപ്ലിൻ അജണ്ട, ഇറ്റ് ക്യാൻ ഈസിലി ഡീൽ വിത്ത് സെവറൽ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ എംപ്ലോയി. അതായത് ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഒരു നല്ലൊരു എംപ്ലോയി ഡിസിപ്ലിൻ അജണ്ട ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എംപ്ലോയീസിന്റെ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അജണ്ട അവിടെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസുകളാണ്? നോക്കിയേ. ദീസ് പ്രോബ്ലംസ് മേ ഇൻക്ലൂഡ് ഡിസൊബീഡിയൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഓഫ് ദ കമ്പനി. അതായത് എംപ്ലോയീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാവാം? ചിലപ്പോൾ കമ്പനിയിൽ ഈ പറയുന്ന ക്രമസമാധാന ലംഘനങ്ങളായിരിക്കാം. ചിലപ്പോൾ നോട്ട് ഡിസൈറബിൾ പെർഫോമൻസ് ബൈ ദ എംപ്ലോയീസിന്റെ ഒട്ടും എന്താണ് ഡിസൈറബിൾ അല്ലാത്ത അവരുടെ പെർഫോമൻസ് ആയിരിക്കാം. ആൻഡ് ആബ്സെൻസ് ഓഫ് കോൺസെൻട്രേഷൻ, അവരുടെ ഒരു ശ്രദ്ധയില്ലായ്മകളായിരിക്കാം. അല്ലെങ്കിൽ നോട്ട് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഡ്യൂട്ടീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങളോടുള്ളൊരു സമർപ്പണമില്ലായ്മയായിരിക്കാം അല്ലെ. ആൻഡ് വേസ്റ്റേജ് ഓഫ് ടൈം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ അവര് നടത്തുന്ന ആ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാവാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നല്ലൊരു ഡിസിപ്ലിനറി പോളിസിയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പെർഫോമൻസ് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. നമുക്ക് ഓർഗനൈസേഷന്റെ ലാഭം നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ഇഫ് പ്രോപ്പർ ഡിസിപ്ലിൻ ഈസ് മെയിൻറ്റൈൻഡ് അമംഗ് ദ എംപ്ലോയീസ് ഇൻ an organization, it automatically a friendly environment will push the employees to perform more efficiently അല്ലെ. ഒരു നല്ലൊരു പ്രോപ്പർ ഡിസിപ്ലിൻ ആണ്, ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അപ്പൊ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് വളരെ നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്യും, നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവര് പെർഫോം ചെയ്യും. അവരെത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും? ലാഭം ഉണ്ടാവും അല്ലെ. അതാണ് അവിടെ പറയുന്നത്, വൺസ് എൻ ഇഫക്റ്റീവ് ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ എംപ്ലോയീസ്, the output in turn will be profitable to organization. ഇപ്പൊ എംപ്ലോയീസ് നല്ലൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് തികച്ചും എന്തായിരിക്കും? ലാഭകരമായിരിക്കും അല്ലെ. ഓർഗനൈസേഷൻ ലാഭം ഉണ്ടാകുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവുക. So it is a very general philosophy that the organizations with a proper employee discipline policy not only hold its employees for a longer period but also attract more blood അല്ലെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എംപ്ലോയി ഡിസിപ്ലിൻ പോളിസി ഉള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ എംപ്ലോയീസിന് ഒരുപാട് കാലം നിലനിർത്തുക മാത്രമല്ല, പുതിയ യങ് ജനറേഷനെ കൂടെ അവിടേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് ഈ പറയുന്നത്. അതൊരു ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. അതൊക്കെയാണ് ഇംപ്രൂവ്സ് എംപ്ലോയി ബിഹേവിയർ, 2 പ്രൊവൈഡ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്, 3 ഇംപ്രൂവ്സ് ദെയർ പെർഫോമൻസ്, 4 എന്താണ്? ഇൻക്രീസസ് ദ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ എടുത്ത കാര്യങ്ങളൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.